പ്രിയപ്പെട്ടവരെ, സോഷ്യൽ ഡിസ്കോഴ്സസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിതുവരെയായിട്ട് 5 യൂണിറ്റുകളുടെ PYQ ഡിസ്കഷൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 6 ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ, വെൽഫെയർ ആൻഡ് ഡെവലപ്മെൻറ്റ് സർവീസസ് എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റാണ്. ബേസിക്കലി ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ആ ഒരു കോണ്ടൻ്റാണ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത്. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടി, ഒരു ചെറിയൊരു മിസ്റ്റേക്ക് നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ രണ്ടാമതായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന വിഡോ റീമാരേജ് ആരായിരുന്നു അഡ്വക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ള ചോദ്യം നമ്മൾ തെറ്റായിട്ട് രാജാറാം മോഹൻ റോയ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശരിക്കുള്ള അതിൻ്റെ ആൻസർ ഈശ്വർ വിദ്യാസാഗർ ആണ്. ഫസ്റ്റ് വീഡിയോയിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതൊന്ന് ചെക്ക് ചെയ്യുക, അത് മിസ്റ്റേക്കായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സോറി പറയാണ്, അതൊന്ന് കറക്റ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ കറക്റ്റ് ചെയ്തിട്ടൊരു കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2024 ജൂണിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഫങ്ഷൻസ് ആർ പെർഫോംഡ് ബൈ CSR കമ്മിറ്റി ആസ് മെൻഷൻഡ് ഇൻ കമ്പനീസ് ആക്ട് 2013? 2013 കമ്പനീസ് ആക്ട് പ്രകാരം CSR കമ്പനി താഴെ വരുന്ന ഏതെല്ലാം കാര്യങ്ങളാണ് അവർ ഫങ്ഷൻ ചെയ്യേണ്ടത്, അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഈ CSR കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2013 കമ്പനീസ് ആക്ട് പ്രകാരം ചില പ്രത്യേക ക്രൈറ്റീരിയാസിൽ വരുന്ന കമ്പനീസ് അവരുടെ കമ്പനിയിൽ ഒരു CSR കമ്മിറ്റി ഫോം ചെയ്യണം. ആ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞത്, ഒന്ന്, ആ കമ്പനിയുടെ ടേൺ ഓവർ 1000 കോടിയോ അതിന് മുകളിലോ ആകുന്ന കമ്പനീസ്, അല്ലെങ്കിൽ നെറ്റ് വർത്ത് 500 കോടിയോ അതിൽ മുകളിലോ ആകുന്ന കമ്പനീസ്, അതും അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് 5 കോടിയോ അതിന് മുകളിലോ ആകുന്ന കമ്പനികൾ. ഈ 3 കാറ്റഗറിയിലും ഈ 3 ക്രൈറ്റീരിയാസിലും ഏതെങ്കിലും ഒന്നിൽ ഉൾപ്പെടുന്ന കമ്പനീസ് ഒരു CSR കമ്മിറ്റി ഫോം ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ CSR കമ്മിറ്റി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. അതിലേതൊക്കെ ആണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദ്യം. ഒന്നാമത്തത്, ഫോർമുലേറ്റ് ആൻഡ് റെക്കമെൻഡ് the CSR policy to the board, conduct evaluation and impact assessment of CSR project, recommend the amount of expenditure to be incurred in CSR activities, monitor the CSR policy of the company from time to time, formulate and recommend to the board an action plan in pursuance of its CSR policy. ഓക്കെ, ഇവിടെ കണ്ടക്ട് ഇവാലുവേഷൻ ആൻഡ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ഓഫ് CSR പ്രൊജക്റ്റ് ചെയ്തതിന് ശേഷമുള്ള അതിൻ്റെ ഇവാലുവേഷനും ഇമ്പാക്റ്റ് അസസ്മെൻറ്റും ചെയ്യാന്നുള്ളത് നമ്മുടെ CSR കമ്മിറ്റിയുടെ പെർഫോം ചെയ്യേണ്ട കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം CSR പോളിസികൾ റെക്കമെൻഡ് ചെയ്യുക എന്നുള്ളത്, അതേപോലെ തന്നെ എത്ര രൂപയാണ് CSR ആക്ടിവിറ്റിക്ക് വേണ്ടി ചിലവഴിക്കേണ്ടതെന്നുള്ള കാര്യം, CSR പോളിസി, കമ്പനിയുടെ CSR പോളിസിയെ മോണിറ്റർ ചെയ്യുക എന്നുള്ള കാര്യം, അതേപോലെ കമ്പനിക്ക് CSRമായി ബന്ധപ്പെട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് CSR കമ്മിറ്റിയാണ്. ഓക്കെ, സോ എയും CDE ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ACDE റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ 3 ആണ് ഇവിടെ റൈറ്റ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് കമ്പനീസ് ക്വാളിഫൈ ഫോർ ദ CSR അണ്ടർ കമ്പനീസ് ആക്ട് 2013? നേരത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത സമയത്ത് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതും 2024 ജൂണിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണ്. നെറ്റ് വർത്ത് ഓഫ് 500 crore ഓർ മോർ, ടേൺ ഓവർ ഓഫ് 1000 crore ഓർ ലെസ്, ടേൺ ഓവർ ഓഫ് 1000 crore ഓർ മോർ, നെറ്റ് പ്രോഫിറ്റ് ഓഫ് 5 crore ഓർ മോർ. ഇവിടെ ടേൺ ഓവർ ഓഫ് 1000 crore ഓർ ലെസ് ഇതൊഴികെ ബാക്കിയുള്ള എയും സിയും ഡിയും നമ്മുടെ CSRൻ്റെ കീഴിൽ ക്വാളിഫൈ ചെയ്യാവുന്ന ക്രൈറ്റീരിയാസ് ആണ്. ഒന്നുകൂടി പറയുകയാണ്, ടേൺ ഓവർ 1000 കോടിയോ അതിന് മുകളിലോ ആവുക, നെറ്റ് വർത്ത് 500 കോടിയോ അതിന് മുകളിലോ ആവുക, നെറ്റ് പ്രോഫിറ്റ് 5 കോടിയോ അതിന് മുകളിലോ ആവുക. ഓക്കെ, ACD ആണ് ഇവിടെ റൈറ്റ് ആൻസർ. ACD റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 3യിലാണ്. അടുത്ത ചോദ്യം, വിച്ച് മിനിസ്ട്രി ലുക്സ് ആഫ്റ്റർ ദ ഗ്രീവൻസ് ആൻഡ് റെഗുലേഷൻ ഓഫ് FCRA, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്? ഇത് 2024 ജൂണിൽ തന്നെ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്.
ഏത് മിനിസ്ട്രിയാണ് FCRAയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കംപ്ലയിൻസും റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ്, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. ഇവിടെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ 4 ആണ് ഇവിടെ റൈറ്റ് ആൻസർ. ഓക്കെ. Fourth question, what does R stands for in the acronym SMART in the context of program objectives? നമ്മൾ പ്രോജക്റ്റുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പറയാറുണ്ട് പ്രോജക്റ്റുകൾ സ്മാർട്ട് ആയിരിക്കണം. ആ സ്മാർട്ട് എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്മാർട്ട് എന്ന വാക്കിലെ ഓരോ ലെറ്ററിനും ഓരോ മീനിങ് ഉണ്ട്. അതെങ്ങനെയാണ്? സ്മാർട്ടിൽ S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക്, M മെഷറബിൾ, A അച്ചീവബിൾ, R റെലവൻറ്റ്, T ടൈം ബൗണ്ടഡ്. ഇതിൻ്റെ ഒരു ചുരുക്കപ്പേരാണ് സ്മാർട്ട് നമ്മൾ പറയാറുള്ളത്. ഇതിൽ 6 എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ചോദ്യം. ഇവിടെ റിലയബിൾ, റെലവൻറ്റ്, റിസോഴ്സ്ഫുൾ, റെസ്പോൺസിബിൾ. റെലവൻ്റ് ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. റെലവൻ്റ് ആണ് സ്മാർട്ടിലെ 6 എന്നുള്ള ലെറ്റർ റെപ്രസെൻ്റ് ചെയ്യുന്നത് റെലവൻറ്റിനെയാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ബാക്കിയുള്ള ലെറ്റേഴ്സ് എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നതുകൂടി ഓർത്ത് വയ്ക്കുക. ഒന്നുകൂടി പറയാം: സ്പെസിഫിക്, മെഷറബിൾ, അച്ചീവബിൾ, റെലവൻറ്റ് ആൻഡ് ടൈം ബൗണ്ടഡ്. ഓക്കെ. ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 2 ആണ്, റെലവൻറ്റ്. 5ാമത്തെ ചോദ്യം, അറേഞ്ച് ഇൻ സീക്വൻസ് ദ കീ സ്റ്റെപ്സ് ഇൻ പ്രിപ്പയറിംഗ് എ ബഡ്ജറ്റ് ഫോർ എ പ്രോജക്റ്റ്. ഒരു പ്രോജക്റ്റിന് വേണ്ടി ബഡ്ജറ്റ് ഉണ്ടാക്കുന്നതിലെ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ താഴെ തന്നിട്ടുണ്ട്. അതിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. A, ഡിറ്റർമൈൻ കാറ്റഗറി വൈസ് എക്സ്പെൻസസ്. B, പ്രസൻറ്റ് ദ ഡ്രാഫ്റ്റ് ബഡ്ജറ്റ് ആൻഡ് ക്യാഷ് ഫ്ലോ. C, ഐഡൻറ്റിഫൈ ആൻഡ് പ്ലാൻ ആക്ടിവിറ്റീസ്. C, മോണിറ്റർ ദ ബഡ്ജറ്റ് ആസ് പ്രോജക്റ്റ് പ്രോസസ്. E, മേക്ക് ചേഞ്ചസ് ആൻഡ് ഫൈനലൈസ് ഇൻകം ആൻഡ് എക്സ്പെൻസസ്. ഇവിടെ ഫസ്റ്റ് വരുന്ന കാര്യം എന്താണ്? ഐഡൻറ്റിഫൈ ആൻഡ് പ്ലാൻ ആക്ടിവിറ്റീസ് ആണ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക, അത് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തത് നമ്മൾ ചെയ്യുന്ന കാര്യം അതിൽ വരുന്ന കാറ്റഗറി വൈസ് എക്സ്പെൻസസുകൾ ഏതൊക്കെയാണെന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ്, എന്തൊക്കെ ചിലവുകൾ വരും എന്നുള്ളത്. ദെൻ വരുന്നത് പ്രസൻറ്റ് ദ ഡ്രാഫ്റ്റ് ബഡ്ജറ്റ് ആൻഡ് ക്യാഷ് ഫ്ലോ. നമുക്ക് ഏകദേശം ബഡ്ജറ്റ് എത്ര ആവും എന്നുള്ളതും ഏതിനൊക്കെ ആയിരിക്കും ആ ബഡ്ജറ്റ് ഉണ്ടാവുക എന്നുള്ളതും നമ്മൾ പ്രസൻറ്റ് ചെയ്യാനാണ് മൂന്നാമത്തെ കാര്യമായിട്ട് വരുന്നത്. ദെൻ മേക്ക് ചേഞ്ചസ് ആൻഡ് ഫൈനലൈസ് ഇൻകം ആൻഡ് എക്സ്പെൻസസ്. അതിൽ എന്തെങ്കിലും കറക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റുക എന്നുള്ളതാണ് അടുത്ത് വരുന്നത്. പിന്നെ നമ്മൾ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് മോണിറ്റർ ദ ബഡ്ജറ്റ് ആസ് പ്രോജക്റ്റ് പ്രോഗ്രസ്. പ്രോജക്റ്റ് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്ത് വരുന്നതനുസരിച്ച് നമ്മൾ ബഡ്ജറ്റ് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് പിന്നീട് വരുന്ന സ്റ്റേജ്. സോ ഇതെല്ലാം കൂടി വരുന്ന ഒരു ഓപ്ഷൻ എന്നുള്ളത് ഓപ്ഷൻ 4 ആണ്, CABED. ആദ്യം പ്രോജക്റ്റിൻ്റെ പ്ലാൻസും ആക്ടിവിറ്റീസും ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ദെൻ കാറ്റഗറി വൈസ് എക്സ്പെൻസസ് കണ്ടെത്തുന്നു. ദെൻ നമ്മൾ ഒരു ഏകദേശ ബഡ്ജറ്റ് ഇടുന്നു, ഏതിനൊക്കെ എങ്ങനെയൊക്കെ എന്നുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നു നമ്മുടെ എക്സ്പെൻസും ഇൻകവും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രോജക്റ്റ് ചെയ്യുന്നു, അതിൻ്റെ പ്രോഗ്രസ് മോണിറ്റർ ചെയ്യുന്നു. ഓക്കെ. 6th question, ഇൻ ദ അബ്രിവേഷൻ പോസ്റ്റ് കോർബ് CO സ്റ്റാൻഡ്സ് ഫോർ. പോസ്റ്റ് കോർബ് എന്നുള്ളതും കുറച്ച് കാര്യങ്ങളുടെ ഒരു ചുരുക്കപ്പേരാണ്. അതിൽ CO എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. പോസ്റ്റ് കോർബ് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ്റെ കോമ്പണൻസിൻ്റെ ഒരു ചുരുക്കപ്പേരാണ്. LP എന്നുള്ളത് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ്, ബഡ്ജറ്റിംഗ്. ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ ഫോം വരുന്നത്. അപ്പോൾ CO വരുന്നത് ഏതാണ്? കോർഡിനേറ്റിംഗ് ആണ്. കോർഡിനേറ്റിംഗ് ഇവിടെ ഓപ്ഷൻ 3 ആണ് കോർഡിനേറ്റിംഗ് വരുന്നത്. ഓക്കെ. ഒന്നുകൂടി പറയാം: പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ്, ബഡ്ജറ്റിംഗ്. ഇതാണ് ഇതിൻ്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. ഇത് അഡ്മിനിസ്ട്രേഷൻ്റെ കോമ്പണൻസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഓക്കെ. 7th question, which of the following country in the world enacted legislation on mandatory corporate social responsibility? CSR ആദ്യമായിട്ട് മാൻഡേറ്റ് ചെയ്യുന്ന രാജ്യം ഏതാണെന്നുള്ളതാണ്. ഇന്ത്യയാണ് റൈറ്റ് ആൻസർ. ഓക്കെ. വിച്ച് ഈസ് ദ മേജർ ഒബ്ജക്റ്റീവ് ഓഫ് സോഷ്യൽ അഡ്മിനിസ്ട്രേഷൻ? സോഷ്യൽ അഡ്മിനിസ്ട്രേഷൻ്റെ പ്രധാന ലക്ഷ്യം എന്താണെന്നുള്ളതാണ് ചോദ്യം. 1, എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്. 2, സോഷ്യൽ ഡെവലപ്മെൻറ്റ് ആൻഡ് പേഴ്സണൽ ഡെവലപ്മെൻറ്റ്. 3, എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് പേഴ്സണൽ ഡെവലപ്മെൻറ്റ്. 4, പേഴ്സണൽ ആൻഡ് ഫാമിലി ഡെവലപ്മെൻറ്റ്. റൈറ്റ് ആൻസർ ഇതിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യാനൊന്നും ഇല്ല എന്നുള്ളതിനെ കൊണ്ടാണ് പെട്ടെന്ന് പറയുന്നത്. റൈറ്റ് ആൻസർ ഫസ്റ്റ് ആണ്, എക്കണോമിക്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഓക്കെ. 9th question,
വിച്ച് ആർ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ഫണ്ട് റൈസിങ് ബൈ ആൻ ഏജൻസി. ഒരു ഏജൻസിയുടെ ഫണ്ട് റൈസിങ്ങിന്, ഒരു ഏജൻസി ഫണ്ട് റൈസ് ചെയ്യുന്നതിൽ അതിനെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഒരു ഏജൻസിയുടെ ഫണ്ട് റൈസിങ്ങിനെ കുറിച്ചിട്ട് പറയുന്ന ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ. ഓർഗനൈസേഷൻ ഓർ ഏജൻസി ഷുഡ് ഫങ്ഷൻ ഓൺ നോൺ പ്രോഫിറ്റ് ബേസിസ്. പ്രോഫിറ്റ് ഇല്ലാത്ത രീതിയിലായിരിക്കണം പ്രവർത്തിക്കേണ്ടതെന്നാണ് പറഞ്ഞത്. ഏജൻസി ഷുഡ് ബി ഇൻ ഓപ്പറേഷൻ ഫോർ ദ ലാസ്റ്റ് 3 years, 3 വർഷത്തോളമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഏജൻസി ആയിരിക്കണം. മണി ഷുഡ് ബി റൈസ്ഡ് ഫോർ പ്രോഫിറ്റബിൾ പർപ്പസ്. പൈസ നമ്മൾ സമാഹരിക്കുന്നത് ലാഭം ഉണ്ടാക്കാനെന്നുള്ളതാണ് ആണെന്നാണ് പറഞ്ഞത്. ഇത് കറക്റ്റാണോ? ആയിരിക്കില്ല. സി കറക്റ്റ് അല്ല. ഡി, സബ്മിഷൻ ഓഫ് പ്രോപ്പർ റിപ്പോർട്ട്സ് ടു ദ പ്രോപ്പർ പേഴ്സൺ ഈസ് നോട്ട് മാൻഡേറ്ററി. റിപ്പോർട്ട് അതായത് ബന്ധപ്പെട്ട ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളത് നോട്ട് മാൻഡേറ്ററി എന്നുള്ളതാണ്. അതും ഇവിടെ കറക്റ്റ് അല്ല, അത് തെറ്റാണ്. ഈ ഏജൻസി മസ്റ്റ് ഹാവ് സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ ഫണ്ട് റൈസിങ് എന്നുള്ളതാണ് അടുത്തായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ സിയും ഡിയും നമ്മുടെ ഓപ്ഷൻ അല്ല. ഓക്കെ, അപ്പോൾ സിയും ഡിയും വരുന്ന ഓപ്ഷൻസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സി, ഡി, സി വരുന്ന 2, 3, 4 ഓപ്ഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് വരുന്ന എയും ബിയുമാണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഈ നമ്മുടെ ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല കേട്ടോ. ഞാൻ കൊടുത്തിട്ടുള്ള മിസ്റ്റേക്ക് അല്ല, ക്വസ്റ്റ്യനിലും ഈ എന്നുള്ളത് ഓപ്ഷനിൽ കൊടുത്തിട്ടില്ലായിരുന്നു. ഇവിടെ നമ്മൾ റൈറ്റ് ആൻസർ ഓപ്ഷൻ 1 ആണ്, എ ആൻഡ് ബി. ഓക്കെ. 10th question, national policy on voluntary sector was approved in the year 2007 നാഷണൽ പോളിസി ഓൺ വോളണ്ടറി സെക്ടർ അപ്രൂവ് ചെയ്യണത്. മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലാണ് ഇത് അപ്രൂവ് ചെയ്യുന്നത്. ഓക്കെ. 11th question, സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ ഈസ് മെയിൻലി കൺസേൺഡ് വിത്ത്. താഴെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ ഏത് കാര്യമായിട്ടാണ് പ്രധാനമായിട്ടും ഡീൽ ചെയ്യുന്നത് എന്നുള്ളതാണ്, കൺസേൺ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. 1, ഡെമോക്രാറ്റൈസേഷൻ ഓഫ് അഡ്മിനിസ്ട്രേഷൻ, മാക്സിമൈസിങ് ദ നമ്പർ ഓഫ് ബെനിഫിഷ്യറീസ്, സെൻസിറ്റൈസിങ് അഡ്മിനിസ്ട്രേഷൻ, ആൻഡ് 4th one, ഡെലിവറി ഓഫ് സോഷ്യൽ വെൽഫെയർ സർവീസസ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഒബ്വിയസ്ലി 4th one ആണ്, ഡെലിവറി ഓഫ് സോഷ്യൽ വെൽഫെയർ സർവീസസ് എന്നുള്ളതാണ് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ്റെ പ്രധാനപ്പെട്ട ഒരു കർത്തവ്യം എന്നുള്ളത്. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ 4, ഡെലിവറി ഓഫ് സോഷ്യൽ വെൽഫെയർ സർവീസസ്. 12ാമത്തെ ചോദ്യം, which of the following are correct regarding social welfare institution? താഴെ പറഞ്ഞിരിക്കുന്നതിൽ സോഷ്യൽ വെൽഫെയർ ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. എ, ഇറ്റ് പ്രൊവൈഡ്സ് എ റൈറ്റ് ടു പാർട്ടിസിപ്പേഷൻ ഇൻ സൊസൈറ്റി, ഇറ്റ് റെസ്പോൺസ് ടു ദ നീഡ്സ് ഓഫ് ദ സൊസൈറ്റി, ഇറ്റ് എംഫസൈസ് ഓൺ എക്കണോമിക് ആൻഡ് സോഷ്യൽ വെൽബീങ്, ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു പാർട്ടിസിപ്പേറ്റ് ഫുള്ളി ഇൻ സൊസൈറ്റി. ഓക്കെ, ഇതിൽ ഇറ്റ് പ്രൊവൈഡ്സ് എ റൈറ്റ് ടു പാർട്ടിസിപ്പേഷൻ ഇൻ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് കൊടുക്കുക എന്നുള്ളത് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ്റെ പർപ്പസ് അല്ല. പകരം അതൊരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു ലീഗൽ ഫ്രെയിം വർക്കിൽ വരുന്ന കാര്യമാണ്. ആളുകൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവകാശം കൊടുക്കുക എന്നുള്ളത് സൊസൈറ്റിയിൽ. ഓക്കെ, ബാക്കി വരുന്ന ആളുകളുടെ ആവശ്യങ്ങൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത്, എക്കണോമിക് സോഷ്യൽ വെൽബീയിങ്ങിനെ ഊന്നൽ കൊടുക്കുക എന്നുള്ളത്, അതേപോലെ തന്നെ ഫുള്ളി പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരം കൊടുക്കുക എന്നുള്ളത് സോഷ്യൽ വെൽഫെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പങ്കാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു റോളാണ്. അതിന് റൈറ്റ് കൊടുക്കുക എന്നുള്ളത് കുറേ കൂടിയൊക്കെ ലീഗൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫ്രെയിം വർക്കിൽ വരുന്ന കാര്യമാണ്. സോ ബി, സി, ഡി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. അത് വരുന്നത് ഓപ്ഷൻ 4 സോ ഓപ്ഷൻ 4 ഇസ് ദ റൈറ്റ് ആൻസർ. 13th question, arrange the sequence of components of project management cycle. പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് സൈക്കിളിലെ കോമ്പണൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അത് ഡിസോർഡർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് സീക്വൻഷ്യൽ ആക്കാൻ വേണ്ടിയിട്ടാണ് ചോദ്യം തന്നിട്ടുള്ളത്. അസസ്മെൻറ്റ്, മോണിറ്ററിങ്, ഡിസൈൻ, ഇംപ്ലിമെൻറ്റേഷൻ, ഇവാലുവേഷൻ. ഇവിടെ ഫസ്റ്റ് വരുന്നത് എന്തായിരിക്കും? ഒബ്വിയസ്ലി അസസ്മെൻ്റ് ആണ്. ദെൻ നമ്മൾ പ്രോജക്റ്റ് ഡിസൈൻ ചെയ്യുന്നു, ഡിസൈനിങ്. പിന്നെ അത് കഴിഞ്ഞ ശേഷം നമ്മൾ പ്രോജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു, ഇംപ്ലിമെൻറ്റേഷൻ. ദെൻ പ്രൊജക്റ്റ് നമ്മൾ മോണിറ്റർ ചെയ്യുന്നു, ഇങ്ങനെയൊക്കെയാണ് പ്രൊജക്റ്റ് പോകുന്നത് എന്നുള്ളത്. ആൻഡ് ഫൈനലി ഇവാലുവേറ്റ് ചെയ്യുന്നു, സക്സസ്ഫുൾ ആണോ അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇമ്പ്രൂവ് ചെയ്യാനുള്ളത് എന്ന രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യുന്നു. സോ അസസ്മെൻറ്റ്, ഡിസൈനിങ്, ഇംപ്ലിമെൻറ്റേഷൻ, മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ.
ഇതിൽ വരുന്ന ആൻസർ ഏതാണ്? എ സി എന്ന് കിട്ടിയാൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടി. സി ആണ് ഓപ്ഷൻ. ACDBE. സോ ദ റൈറ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ 3, ACDBE. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ റോൾസ് പ്ലേഡ് ബൈ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ? സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ ചെയ്യുന്ന പങ്കുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഒന്ന്, പോളിസി അനാലിസിസ്, ബി അഡ്വക്കസി, മോണിറ്ററിങ് ദ സ്റ്റേറ്റ് പെർഫോമൻസ്, ഡി ഫോർമുലേഷൻ ഓഫ് ലോ. ഇവിടെ ഫോർമുലേഷൻ ഓഫ് ലോ എന്നുള്ളത് ഒരു സിവിൽ സർവീസ് സൊസൈറ്റി ഓർഗനൈസേഷൻ ചെയ്യേണ്ട റോളാണോ? അല്ല. അത് ആരാ ചെയ്യേണ്ടത്? അത് ഗവൺമെൻറ്റും നമ്മൾ MLA മാരും അവരൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അത് സിവിൽ സർവീസ് സൊസൈറ്റിയുടെ റോളിൽ വരുന്ന കാര്യമല്ല. സോ ഡി എന്നുള്ളത് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം, ഒഴിവാക്കാം. ഡി ഓപ്ഷൻ വരുന്ന ബി ഉണ്ട്, സിയിലുണ്ട്, ഡിയിലും ഡി ഉണ്ട്. സോ ഇത് 3 ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി വരുന്ന ABC ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. 15th question, the section 8 of the Foreign Contribution Amendment Act 2020 in its subsection has substituted the word 50% by. 2020 നമ്മൾ FCR ആക്ട് എന്ത് ചെയ്ത് അമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ സെക്ഷൻ 8 ഉണ്ടായിരുന്ന 50% എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് മാറ്റിയിട്ട് അവിടെ വേറെ വാക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഈ 50% കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് FCR ആക്ടിൽ സെക്ഷൻ 8 ഒരു കണ്ടീഷൻ, ഒരു ക്ലോസ് ഇങ്ങനെ ഉണ്ടായിരുന്നു. വിദേശത്ത് നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന പണം അതിൻ്റെ 50% വരെ മാത്രമേ നമുക്ക് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് ഉപയോഗിക്കാൻ പാടുള്ളൂ. ബാക്കി 50% നമ്മൾ എന്ത് ആക്ടിവിറ്റിയാണോ ചെയ്യേണ്ടത് ആ ആക്ടിവിറ്റിക്ക് വേണ്ടി കൊടുക്കണം. 50% വരെയുള്ള എമൗണ്ട് നമ്മുടെ ഓഫീസിലെ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാമെന്ന് ഉണ്ടായിരുന്നു. 2020 എന്ത് ചെയ്തു? ഇത് അമെൻഡ് ചെയ്തിട്ട് വേറെ ഒരു പെർസെൻറ്റേജ് കൊടുത്തു. അത്ര പെർസെൻറ്റേജ് അല്ലാത്ത വേറൊരു പെർസെൻറ്റേജ് കൊടുത്തു. അത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. 60%, 30%, 25% ആൻഡ് 20%. ഇവിടെ റൈറ്റ് ആൻസർ 20% ആയിട്ട് വെട്ടിച്ചുരുക്കി എന്നുള്ളതാണ്. അതായത് 2020 അമെൻമെൻറ്റിന് ശേഷം FCR കോൺട്രിബ്യൂഷൻ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിൽ നിന്ന് കോൺട്രിബ്യൂഷൻ വരുന്ന സമയത്ത് 20% മാത്രമേ ആ എമൗണ്ടിൽ നിന്ന് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ബാക്കി 80% നമ്മൾ ഏത് ഏരിയയിലാണോ വർക്ക് ചെയ്യുന്നത് ആ വർക്ക് ചെയ്യുന്ന ഏരിയയിലെ ബെനിഫിഷ്യറീസിന് കിട്ടുന്ന രീതിയിലായിരിക്കണം ചെലവഴിക്കേണ്ടതെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. 16th question, a non-profit company can be registered with the Companies Act 2013 അണ്ടർ. 2013 കമ്പനീസ് ആക്ടിൻ്റെ ഏത് സെക്ഷൻ്റെ കീഴിലാണ് നമുക്കൊരു നോൺ പ്രോഫിറ്റ് കമ്പനി രജിസ്റ്റർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ സെക്ഷൻ 112, സെക്ഷൻ 225, സെക്ഷൻ 4, സെക്ഷൻ 8 എന്നിട്ടുണ്ട്. റൈറ്റ് ആൻസർ ഏതാണ്? സെക്ഷൻ 8 ആണ്. നമ്മൾ NGOs അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ 3 തരത്തിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതിലൊന്നാണ് 2013 കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 8 പ്രകാരം സെക്ഷൻ 8 കമ്പനി ആയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ട്രസ്റ്റായിട്ട്. ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് 1882 പ്രകാരം നമുക്കൊരു ട്രസ്റ്റായിട്ട് ഇതിനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതല്ലാതെ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 പ്രകാരം ഒരു സൊസൈറ്റി ആയിട്ടും നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഈ 3 രീതിയിലാണ് ഇന്ത്യയിൽ ഒരു NGO അല്ലെങ്കിൽ ഒരു നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ രജിസ്റ്റർ ചെയ്യാറുള്ളത്. അപ്പോൾ ആ 3 ആക്ടുകളും ആ 3 പേരും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇവിടെ റൈറ്റ് ആൻസർ ഓപ്ഷൻ 4, സെക്ഷൻ 8 ആണ്. ഓക്കെ. 17th question, what was the original name of the Ministry of Social Justice and Empowerment at the center when it was established in 1960? ഇത് ഞാൻ തോറ്റുപോയൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ ഈ പ്രകാരം എനിക്ക് കിട്ടിയത് മിനിസ്ട്രി ഓഫ് സോഷ്യൽ സെക്യൂരിറ്റി എന്നുള്ളതാണ്. പക്ഷേ ഞാൻ റെഫർ ചെയ്ത സമയത്ത് ഇപ്പോൾ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റിൻ്റെ സൈറ്റിൽ തന്നെ അവരുടെ ഹിസ്റ്ററി പറയുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ ഒരു 1998 മുതലുള്ള ഹിസ്റ്ററിയാണ് അവർ പറയുന്നത്. 1998 അവർ പറയുന്നത് മിനിസ്ട്രി ഓഫ് സോഷ്യൽ വെൽഫെയർ എന്നുള്ള പേരിലായിരുന്നു 1998 വരെ അറിയപ്പെട്ടിരുന്നത്. 1998 ശേഷമാണ് ഈ മിനിസ്ട്രിക്ക് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് എന്നുള്ള പേര് കിട്ടുന്നത്. അപ്പോൾ അതുവരെയുള്ളത് മിനിസ്ട്രി ഓഫ് സോഷ്യൽ വെൽഫെയർ ആണ്. പക്ഷേ 1960 ഇതിൻ്റെ പേരെന്താണെന്നുള്ളത് സ്പെസിഫിക്കലി ഞാൻ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. പക്ഷേ ആൻസർ കീയിൽ മിനിസ്ട്രി ഓഫ് സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ട്. ബട്ട് അത് എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് എനിക്ക് അറിയില്ല. സോ അത് നിങ്ങൾക്ക് വിട്ടുതരാണ്. നിങ്ങൾക്ക് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്.
Okay, 18th question. A process where social policy is transformed into social service is called. നമ്മൾ ബേസിക്കലി സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുമ്പോൾ ഡെഫിനേഷൻ ആയിട്ട് പഠിക്കുന്ന കാര്യമാണ്. സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫോമിങ് സോഷ്യൽ പോളിസി ഇൻ ടു സോഷ്യൽ സർവീസസ് എന്ന് പറയാറുണ്ട് അല്ലേ. ആൻസർ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ. 19th question. Which one of the following falls within the scope of welfare service? താഴെ തന്നിരിക്കുന്ന ഏതൊക്കെയാണ് വെൽഫെയർ സർവീസ്, ഏതൊക്കെയാണെന്നല്ല ഏതാണെന്നുള്ളതാണ്. ഓക്കെ. ഒന്നാമത് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, 2 സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, 3 ഹയർ എഡ്യൂക്കേഷൻ, 4 ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. ഇവിടെ സ്പെഷ്യൽ എഡ്യൂക്കേഷനാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. കാരണം എന്താ, സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ആളുകൾക്കാണ് നമ്മൾ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കാറുള്ളത്. അതൊരു സോഷ്യൽ ഇൻക്ലൂസീവ്നെസ്സിൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ്. ബാക്കിയുള്ളതൊക്കെ നോർമലായിട്ടുള്ള എഡ്യൂക്കേഷനാണ്. സോ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 2 ആണ് ഇവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ. ഇവിടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഹു ആർ ഡീബാർഡ് ഫ്രം റിസീവിങ് ഫോറിൻ കോൺട്രിബ്യൂഷൻ അണ്ടർ FCRA 2010? 2010 FCRA ആക്ട് പ്രകാരം ഫോറിൻ കോൺട്രിബ്യൂഷൻ വാങ്ങിക്കുന്നതിൽ നിന്ന് വിലക്കുള്ള ആളുകൾ ആരൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ ചോദ്യം. എ, എംപ്ലോയീസ് ഓഫ് എനി കോർപ്പറേഷൻ. ബി, മെമ്പർ ഓഫ് എനി ലെജിസ്ലേറ്റർ. സി, പബ്ലിഷർ ഓഫ് എനി രജിസ്റ്റേർഡ് ന്യൂസ് പേപ്പർ. ഡി, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഇവിടെ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഒഴികെയുള്ള ബാക്കി എല്ലാവരും FCRAയിൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ വാങ്ങുന്നതിൽ വിലക്കുള്ള ആളുകളാണ്. സോ എ, ബി, സി വിൽ ബി ദ റൈറ്റ് ആൻസർ. സോ ഓപ്ഷൻ 3 ആണ് എയും ബിയും സിയും വരുന്ന ക്വസ്റ്റ്യൻ എന്നുള്ളത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ പ്രധാനമായിട്ടും ഈ ഒരു യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ളത്. ഒരു കാര്യം, ടു ബി ഫ്രാങ്ക്, ഈ ഒരു ഏരിയയിൽ നിന്ന് ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻ വരുന്നുള്ളൂ. ആ ഏരിയ മാത്രം നോക്കി പോകുന്നതായിരിക്കും നിങ്ങളുടെ സ്വന്തം റിസ്കിൽ നിങ്ങൾ എടുക്കുക ഏറ്റവും നല്ല കാര്യം. ഓക്കെ. അപ്പോൾ ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് ഇയർത്തെ പേപ്പേഴ്സ് നോക്കിയിട്ടും വളരെ കുറച്ച് ക്വസ്റ്റ്യൻ മാത്രമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ ഇതിലുള്ള ഏരിയകൾ, ഇപ്പോൾ NGO രജിസ്ട്രേഷൻ, FCRA, CSR പോലുള്ള ഏരിയകൾ, അഡ്മിനിസ്ട്രേഷൻ്റെ പ്രിൻസിപ്പിൾ, കോമ്പണൻസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അഡീഷണലി വായിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ തന്നെയാണ് കാര്യമായിട്ട് ഇതിൽ ചോദിക്കാറുള്ള ഏരിയാസും എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. ഓക്കെ. എന്തായാലും എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് അഗെയിൻ താങ്ക് യു സോ മച്ച്.